എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബേക്കറികളിലൊക്കെ കിട്ടുന്ന പൊടിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ ആൽക്കഹോളിലാണ് പ്ലം കേക്ക് ചെയ്തെടുക്കുന്നത്, അതുപോലെ സോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ള കളറിലുള്ള മുന്തിരിങ്ങ ഉണക്കിയതാണ്. അത് പച്ച മുന്തിരിങ്ങ ഉണക്കിയതാണ്, അതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രാൻബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ സ്ഥലത്ത് കിട്ടുമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഇനി കറുത്ത മുന്തിരിങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജംബോ റൈസിൻസ് എന്ന് പറഞ്ഞ് കുറച്ച് വലിയ സൈസിലുള്ള മുന്തിരിങ്ങയാണ്. ഇതൊന്ന് 2 ആക്കി വേണമെങ്കിൽ മുറിച്ചിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇതെന്ന് പറയുന്നത് പപ്പായ ക്യാൻഡി ചെയ്തതാണ്. അപ്പോൾ അത് പല കളറിലും കിട്ടും, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നട്ട്സ് ഇപ്പോൾ ഓപ്ഷണലാണ്, എങ്കിൽ കൂടി കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി നമുക്കിതുപോലെ ഷുഗർ സിറപ്പിലിട്ട് ക്യാൻഡി ചെയ്തത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് റമ്മാണ് വേണ്ടത്. റം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാവുന്നതാണ്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് നിങ്ങൾക്കിത് അളവ് വേരി ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഒന്ന് ലെയർ ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ ആൽക്കഹോൾ ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഇതുവരെ റം വെച്ചിട്ടുള്ള പ്ലം കേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. വൈൻ വെച്ചിട്ടുള്ളതും അതുപോലെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റം ഒഴിച്ച് കൊടുക്കുക. റമ്മും അതുപോലെ തന്നെ ക്രാൻബെറി ജ്യൂസൊക്കെ നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് സോക്ക് ചെയ്യാം. പക്ഷേ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ പുറത്തിരിക്കില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് നമുക്ക് സൂക്ഷിക്കാം. 2 ദിവസം കൂടുമ്പം ഇതൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 250 മില്ലിയുടെ 2 കപ്പ് മൈദയാണ് എടുത്തുള്ളത്. ഇത് 500 ml ആണ്. അതുപോലെ തന്നെ 250 ഗ്രാം മൈദയുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും സോഡയും ഇല്ലാത്ത കേക്ക് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറൊക്കെ വെച്ചിട്ടാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കണം. സ്പൈസസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് പൊടികളാണ് ചേർക്കുന്നത്. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറുവപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ. അതുപോലെ ഗ്രാമ്പു പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ജാതിക്ക പൊടിച്ചത്, അതും 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ആ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടി ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അളവൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് അത്യാവശ്യം 2 വലിയ കേക്ക് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. 2 കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിൻ്റെ എല്ലാം വെയിറ്റ് ഞാൻ കൃത്യമായിട്ട് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കണം. ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് കാരമലൈസ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീയിട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഉരുകി വരും. ഈ ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. തീ ഒന്ന് കുറച്ച് വെക്കുക. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ മുഖം ഒന്ന് മാറ്റി പിടിക്കുക. ആദ്യം പഞ്ചസാര ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. പഞ്ചസാര ഉരുകി വരുന്നതിന് മുൻപ് നമ്മളിത് തൊടാനായിട്ട് പാടില്ല, അത് തന്നെ ഇരുന്ന് ഉരുകി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ സിറപ്പ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം വീണ്ടും 1/4 കപ്പ് കൂടെ, മൊത്തത്തിൽ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ സിറപ്പ് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് നന്നായിട്ട് തണുപ്പിച്ച് മാറ്റി വെക്കണം. കേക്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ സിറപ്പിന് ഒട്ടും തന്നെ ചൂടുണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലൊഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് 1 മാസമാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 മാസം ഇല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും മിനിമം വെച്ചിരിക്കണം. അപ്പോൾ അത് നമ്മൾ 2 കപ്പ് അതിൽ നിന്നും അളന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ
നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്കിൻ്റെ താഴെ പോയി അടിയില്ല. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കാഷ്നട്ടും ഒക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ നേരം ഇടണമെന്നില്ല. അത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. നമ്മൾ മുന്തിരിങ്ങയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം സോക്ക് ചെയ്താലും മതിയാകും. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിടണം. ഞാൻ ഇതുപോലെ 2 ചെറിയ ഓറഞ്ചും അതുപോലെ ഇതുപോലെ ഒരു മഞ്ഞ നാരങ്ങ എടുത്തിട്ടുണ്ട്. പച്ച നാരങ്ങ ഒരിക്കലും ഇതിലേക്ക് എടുക്കരുത്, കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ചെറിയ ഹോളിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ള ഭാഗം ഒട്ടും തന്നെ വരാൻ പാടില്ല. ആ മഞ്ഞ മാത്രമായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ വെള്ള ഭാഗം നിർത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നാരങ്ങ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഓറഞ്ച് എന്തായാലും മസ്റ്റാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഓറഞ്ച് പല ടൈപ്പിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കാൻഡീഡ് ഓറഞ്ച് പീൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൽ, എങ്കിൽ കൂടി നമ്മൾ ഓറഞ്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ഉപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഇത് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വെക്കുക. നോർമൽ ആയതിനു ശേഷം മാത്രം മിക്സ് ചെയ്യാം. അപ്പോൾ ബേക്കറി കേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ബട്ടർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ തന്നെ എടുക്കുക. ഇതിലേക്ക് ഇനി 4 വലിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. നമ്മൾ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ മുട്ടയെല്ലാം ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ തോടൊന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിങ് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടത്തോട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഹാൻഡ് ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, 250 മില്ലി. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തത് നന്നായിട്ടിത് ബീറ്റ് ചെയ്യുക. നമ്മൾ ആ മാവിൽ തൊട്ട് നോക്കുമ്പം തരിതരിപ്പ് ഉണ്ടാവരുത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സമയം വരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മുട്ട ചേർക്കാൻ പോവാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മുട്ടയും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും തൊലി ഇട്ട് കൊടുക്കാം. ഈ തൊലി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുക. തൊലി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസാണ്. അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ വന്ന് അടിയുന്ന ജ്യൂസാണിത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൂടുതലൊന്നും ഇതിലേക്ക് ചേർക്കാനില്ല. പൊടിയും അതുപോലെ തന്നെ കാരമൽ സിറപ്പ് മാത്രം ചേർത്താൽ മതി, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും. ഇനി നമ്മൾ പൊടി മിക്സ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പൊടിയും അതുപോലെ തന്നെ കാരമൽ സിറപ്പ് കൂടെ ഇടവിട്ടാണ് നമ്മളിതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഇടവിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി ബീറ്റർ മാറ്റി വെച്ചിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ പൊടിയും കാരമൽ സിറപ്പും കൂടി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഓവനിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിവിടെ 170 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് 10 മിനിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്കറോ സോസ് പാനോ ഒക്കെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പൊടിയും അതുപോലെ കാരമൽ സിറപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു കട്ടിയുള്ളൊരു ബാറ്ററാണ് എപ്പോഴും പ്ലം കേക്കിന് വരുന്നത്. ഇത് ബേക്കായി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കളറാണ്. കാരണം നമ്മളിതിൽ റമ്മൊക്കെ ചേർത്തിരിക്കുന്ന കാരണം സാധാരണ നമ്മൾ നോൺ ആൽക്കഹോളിക് പ്ലം കേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല കളറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്.
ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടുതലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കും. നമ്മളിവിടെ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. 2 3 ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൽ ആ ബാറ്റർ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ആദ്യം കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് നമ്മളിപ്പം 2 ടിന്നിലാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഒക്കെ പാൻ ഉണ്ടെങ്കിൽ ഒറ്റ തവണയായിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും ഒരു റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. ഈ പാനിൽ നമ്മൾ ബട്ടർ പേപ്പർ താഴെയും സൈഡിലും ലൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നമ്മൾ ആ ബട്ടറിൻ്റെ കവറിൽ നിന്നുള്ള കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ താഴെയും സൈഡിലും ഒക്കെ ആയിട്ടൊന്ന് ബ്രഷ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുത്തിട്ട് ബേക്ക് ആവുന്ന ഒരു കേക്കാണ്. സാധാരണ കേക്ക് പോലെ പെട്ടെന്ന് അങ്ങ് ബേക്ക് ആവില്ല, കാരണം ഇത് കുറച്ച് ഡെൻസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. എന്തായാലും പ്ലം കേക്കൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ 1 2 ഒക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിൽ ഈ കേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിനേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അപ്പോൾ മാസങ്ങളോളം ഈ കേക്ക് ഒരു കുഴപ്പം കൂടാതെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ആൽക്കഹോളാണ് ചേർത്തിട്ടുള്ളത്. ഇനി കൂടുതൽ നാളത്തേക്ക് നിങ്ങൾക്ക് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൽക്കഹോൾ ആ കേക്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് 2 ഇതിലും ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒഴിക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ വെയിറ്റ് അവസാനം പറയാം എത്രയാണെന്നുള്ളത്. അപ്പോൾ 2 ടിന്നിലും ഒന്ന് ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ OTG ഓവനിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ മാത്രം ഹീറ്റ് കൊടുക്കുന്ന ഓപ്ഷനായാലും മതി. മിഡിൽ റാക്കിലോ ലോവസ്റ്റ് റാക്കിലോ ഇത് വെക്കാവുന്നതാണ്. എയർ ബബിൾസൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മളത് ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ 2 ടിന്നും ഇതിൽ വെക്കാൻ പറ്റും. അങ്ങനെയാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഞാനിപ്പോൾ വെച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിഡിൽ റാക്കിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 170 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മുതൽ 60 മിനിറ്റ് വരെ ഇത് വേരി ചെയ്യാം. ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്. അപ്പം അതിനനുസരിച്ച് സമയം വേരി ചെയ്യാം. അപ്പോൾ ഒരു 45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീൻ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ല സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരുപാട് ഡാർക്കായി പോകുമെന്ന് നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റിക്കി ആയിരുന്നു. അപ്പോൾ ഞാൻ 1 മണിക്കൂറാണിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറാണ്. ഇതുവരെ നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ റം ചേർക്കുമ്പം നല്ല ഡാർക്കാവും കേക്ക്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള കേക്കാണ്. അതുപോലെ തന്നെ നല്ല പൊടി പോലുള്ള ടെക്സ്ചറുമാണ്. ബട്ടറും ഒക്കെ ചേർത്തേക്കുന്ന കാരണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം 2 കേക്കാണ് നമ്മളിവിടെ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ചെറിയ കേക്ക് 700 ഗ്രാമും വലിയ കേക്ക് 1 കിലോയാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ 1,700 ഈ കേക്കിൻ്റെ വെയിറ്റ്. അപ്പം നമ്മൾ ആ 8 ഇഞ്ചിൽ ആ പറഞ്ഞ അളവിൽ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് 1 കിലോയുടെ കേക്ക് കിട്ടും. ഒരുപാട് പേര് 1 കിലോയുടെ കേക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 8 ഇഞ്ചിൽ ഏകദേശം ഒരു 1.5 കപ്പ് ഫ്ലോർ എടുത്താൽ നിങ്ങൾക്ക് 1 കിലോ കേക്ക് കിട്ടും. ഈ അളവിൽ ചെയ്തിട്ട് 8 ഇഞ്ചിൽ കറക്റ്റായിട്ട് ഒഴിച്ചാൽ മതി, കറക്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അതേസമയം നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന ആ ടൈപ്പിലുള്ള അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും അടിപൊളി അടുത്ത ദിവസവും അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും സോഡയും ഇല്ലാത്ത കേക്ക്, അതുപോലെ എഗ്ലെസ് കേക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റൻറ്റ് വൈനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്